സാങ്കേതികവിദ്യയാൽ നയിക്കപ്പെടുന്ന ലോകത്ത് നമ്മുടെ ഉപകരണങ്ങളും സിസ്റ്റങ്ങളും സുഗമമായി പ്രവർത്തിക്കുന്നതിനാൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദഗ്ധർ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നു. എന്നാൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ അവർ പലപ്പോഴും അവരുടെ ദൈനംദിന ജോലികൾ എണ്ണമറ്റ വെല്ലുവിളികൾ നേരിടുന്നു. സങ്കീർണമായ സർക്യൂട്ട് റിപ്പയർ ചെയ്യുന്നതുപോലെ സങ്കീർണമായ ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾ troubleshooting ഇലക്ട്രോണിക് ടെക്നീഷ്യന്മാർ പലപ്പോഴും വൈവിധ്യം കൃത്യമായ ആവശ്യപ്രധാനമായ ജോലിയിൽ അംഗീകരിക്കുന്നു. നിങ്ങൾ ഈ തൊഴിൽ എങ്ങനെയാണ് പോകുന്നത്? ഞങ്ങളിപ്പം ഏകദേശം ഒരു 6 മാസത്തോളമായിട്ടാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇലക്ട്രോണിക്സിൻ്റെ എല്ലാതരം റിപ്പയറിങ്ങും ഞാനിവിടെ ചെയ്യുന്നുണ്ട്. മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഫാനുകൾ, ലൈറ്റുകൾ തുടങ്ങിയ എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നമ്മളിവിടെ റിപ്പയർ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 4-5-6 മാസത്തോളമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കൊണ്ടുതരുന്നുമുണ്ട്. ഈ മേഖലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്? അതിപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഓരോ സെക്കൻഡ്സ് അനുസരിച്ച് കൊണ്ട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള ടെക്നിക്കൽ വർക്കുകൾ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് നേരിടാറുണ്ട്. അതിനേക്കാട്ടിലുപരിയായിട്ട് ചില കസ്റ്റമേഴ്സിനെ കൊണ്ടാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ റിപ്പയറിങ് വർക്കെന്ന് പറയുമ്പം നല്ല പൈസ ചിലവുള്ളൊരു കാര്യമാണ്. കാര്യം സ്പെയർ പാർട്സിനൊക്കെ നല്ലപോലെ പൈസ ചിലവാകുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പം പിന്നെ ഞങ്ങൾ മെനക്കെടുന്നതിൻ്റെ പൈസ ഞങ്ങൾക്ക് സർവീസ് ചാർജായിട്ട് ഈടാക്കിയാൽ മതിയാകും. ഞാൻ സാധാരണഗതി ചെയ്യുന്ന ഒരു 150 രൂപ 200 രൂപയൊക്കെയാണ് എൻ്റെ സർവീസ് ചാർജ് ഇടുന്നത്. ബാക്കി വരുന്നത് ഈ സാധനങ്ങളുടെ കേടായ സാധനങ്ങളുടെ പൈസയാണ്. അത് കാരണം നല്ല രീതിക്കുള്ള പൈസ നമുക്ക് റിപ്പയറിങ്ങിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പം ചില കസ്റ്റമേഴ്സ് പൈസ തരാതൊക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പം നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഈ ഫീൽഡിൽ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആണല്ലോ? ഈ ഫീൽഡിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ബെനിഫിറ്റൊന്നും കിട്ടാനില്ല. കാര്യം ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ സ്പെയർ പാർട്സിന് തന്നെ നല്ല രീതിക്കുള്ള പൈസ ചിലവാകുന്നുണ്ട്. അപ്പം നമ്മുടെ സർവീസ് ചാർജ് കൂടിപ്പോയ 150 രൂപ 200 രൂപയാണ് വരുന്നത്. അതിൽ കൂടുതലൊന്നും നമുക്ക് മേടിക്കാനായിട്ട് പറ്റുന്നതല്ല. ചെറിയ സാധനം വല്ലതുമാണെങ്കിൽ 50 രൂപയൊക്കെ സർവീസ് ചാർജ് ഈടാക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിന്ന് ബെനിഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചൊരു ഫീൽഡ് അത് കളയാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ ഒരു ഫീൽഡിൽ മുന്നോട്ട് പോകുന്നത്. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇലക്ട്രോണിക് സാങ്കേതിക വിദഗ്ധർ അവരുടെ കൗശലത്തിന് അർപ്പണബോധമുള്ളവരായി തുടരുന്നു. ഞങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സുഗമമായി വിശ്വസനീയമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. ഒരു ഇലക്ട്രോണിക് ടെക്നീഷ്യൻ്റെ ജീവിതം സാങ്കേതികവും വെല്ലുവിളികളിൽ സമ്മർദ്ദങ്ങളും നിറഞ്ഞതാണ്. എന്നാൽ അവരുടെ വൈദഗ്ധ്യവും പ്രതിബദ്ധതയും നമ്മുടെ ഇലക്ട്രോണിക് ലോകത്ത് തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നതിന് ഉറപ്പാക്കുന്നു. അതിനാൽ അടുത്ത തവണ ഞങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരുമ്പോൾ ഞങ്ങളുടെ സാങ്കേതിക വിദ്യ പ്രവർത്തനക്ഷമമാക്കാൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ അശ്രദ്ധമായി പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരുടെ സമർപ്പണവും വൈദഗ്ധ്യവും ഓർക്കുക.